UDFന് കഴിഞ്ഞ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള മുന്നേറ്റം അത് വളരെ ഷോർട്ട് ലീവ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കണ്ണുള്ളവരുണ്ടെങ്കിൽ, കാതുള്ളവരുണ്ടെങ്കിൽ, അനുഭവിക്കാനുള്ള അനുഭവ ശേഷിയുള്ളവരുണ്ടെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിൽ വരും. വെള്ളാപ്പള്ളി നടേശനും അതുപോലെ തന്നെ മുസ്ലിം ലീഗും വളരെ ചങ്ങാത്തത്തിൽ കഴിഞ്ഞ ആളുകളാണ്. SNDPയും മുസ്ലിം ലീഗും പിന്നോക്ക സമുദായ മുന്നണി എന്ന് പറഞ്ഞിട്ടൊരു മുന്നണിക്ക് തന്നെ രൂപം നൽകിയിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മുന്നണിയിൽ വെള്ളാപ്പള്ളിയുമായി സഹകരിച്ച് പ്രവർത്തിച്ചിട്ടും മുസ്ലിം ലീഗ് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വെള്ളാപ്പള്ളിക്ക് ഒരു നല്ല അഭിപ്രായം നൽകാൻ ലീഗിന് കഴിയാതെ പോയി? ലീഗ് മുസ്ലിം സമുദായത്തെ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ എന്തുകൊണ്ട് SNDPക്ക് ഹൈന്ദവ സമുദായ സംഘടനകളുടെ യോജിപ്പിനെക്കുറിച്ച് സംസാരിച്ചുകൂടാ? ലീഗിന് അനുവദനീയമായിട്ടുള്ളൊരു കാര്യം SNDPക്കും NSSനും എങ്ങനെയാണ് നിഷിദ്ധമാവുക? മറ്റൊന്നുമല്ല, IPH പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളിൽ ഇന്ത്യയെപ്പോലെ ഒരു ബഹുമത രാജ്യത്ത് പ്രചരിപ്പിക്കാൻ പറ്റാത്ത ആശയങ്ങൾ നിരവധിയുണ്ട്. ഇല്ല എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വാദമെങ്കിൽ ഞാൻ അവരെ പരസ്യമായ ഒരു വാഗ്വാദത്തിന് വെല്ലുവിളിക്കുകയാണ്. തവനൂരിലെ MLA മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ KT ജലീൽ ഈ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടർ TVയോടൊപ്പം ചേരുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ നേരത്തെ അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. പൂർണ്ണമായിട്ടും വിശ്രമത്തിലേക്ക് മാറുന്നു എന്നുള്ളതായിരുന്നു പ്രഖ്യാപനം നടത്തിയിരുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ പല രീതിയിലുള്ള പ്രചാരണങ്ങളുണ്ട്. അദ്ദേഹം പെരിന്തൽമണ്ണയിലേക്ക് മാറും, അല്ലെങ്കിൽ തവനൂരിൽ തന്നെ ഉണ്ടാകും. എന്തായാലും അദ്ദേഹത്തോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. ആദ്യം ചോദിക്കാനുള്ളത്, നേരത്തെ പറഞ്ഞിരുന്ന ആ പ്രഖ്യാപനം, ആ നിലപാടിൽ നിന്ന് മാറ്റമുണ്ടോ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും ഇനി മത്സരിക്കില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തി. അല്ല, അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു തീരുമാനമാണ്. അതങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഞാൻ ബന്ധപ്പെട്ട ആളുകളോട് മത്സരിക്കാനില്ല എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ താങ്കൾ വീണ്ടും മത്സരരംഗത്തേക്ക് വരണമെന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലുണ്ട്. പാർട്ടിയിൽ നിന്നും അത്തരം ആവശ്യം വന്നിട്ടുണ്ടോ നിലവിൽ? ഇല്ല, അതൊന്നും തീരുമാനിക്കുന്ന ഒരു സമയമായിട്ടില്ലല്ലോ. പാർട്ടി ആത്യന്തികമായിട്ട് എന്തു പറയുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് തീരുമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്തിമമായിട്ട് തീരുമാനിക്കുക. പാർട്ടിയും CPMന്റെ നേതാക്കൾ ഉൾപ്പെടെ, മുന്നണിയിലെ നേതാക്കൾ ഉൾപ്പെടെ ആവശ്യപ്പെടുകയാണെങ്കിൽ വീണ്ടും മത്സര രംഗത്തേക്ക് നമുക്ക് പ്രതീക്ഷിക്കാമോ? അങ്ങനെ ഒരു സാഹചര്യം വന്നാലല്ലേ അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ആലോചിച്ചാൽ മതിയല്ലോ. മറ്റത് ഇപ്പം തന്നെ നമ്മൾ അതിനെ സംബന്ധിച്ചിട്ട് ആലോചിച്ച് തലപുണ്ണാക്കേണ്ട കാര്യമില്ലല്ലോ. എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ UDF വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് വസ്തുതയാണ്. സ്വാഭാവികമായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ തന്നെ വന്നാൽ ഭരണ തുടർച്ചയുണ്ടാകും. മണ്ഡലങ്ങൾ നിലനിർത്താൻ വിജയം അനിവാര്യമാണെങ്കിൽ ആ രീതിയിലുള്ള സ്ഥാനാർത്ഥിത്വം വേണമെന്നുള്ളൊരു ചർച്ച വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങയുടെ സ്ഥാനാർത്ഥിത്വമൊക്കെ തന്നെ അനിവാര്യമാണെന്ന രീതിയിലൊരു ചർച്ചയുമുണ്ട്. അതിനോടൊക്കെയുള്ളൊരു പ്രതികരണം. UDFന് കഴിഞ്ഞ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള മുന്നേറ്റം അത് വളരെ എന്താ പറയുക, ഷോർട്ട് ലീവ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അല്പായുസ് മാത്രമേ അതിനുള്ളൂ. ഞാൻ 2011 ആദ്യമായിട്ട് തവനൂർ നിയോജക മണ്ഡലം രൂപീകൃതമായതിന് ശേഷം മത്സരിക്കുന്ന ഘട്ടത്തിൽ ഇതുപോലെ തന്നെയായിരുന്നു. 7 പഞ്ചായത്തുകളിൽ 5 പഞ്ചായത്തും വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി UDF അധികാരത്തിലായിരുന്നു അന്ന്. ഒരു പഞ്ചായത്ത് മാത്രമാണ് LDFൻ്റെ കയ്യിലുണ്ടായിരുന്നത്, വട്ടംകുളം. എടപ്പാളിൽ തുല്യമായ സീറ്റുകൾ വന്ന് LDFും UDFും നറുക്കെടുപ്പിലൂടെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും പങ്കിട്ടെടുക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. മൊത്തം വോട്ട് നോക്കിയാൽ അന്ന് 8000-ലധികം വോട്ടുകൾക്ക് മുന്നിലായിരുന്നു UDF. ആ ഒരു സന്ദർഭത്തിലാണ് ഞാൻ ആദ്യമായിട്ട് അവിടെ മത്സരിക്കുന്നത്. 6800-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് അന്ന് വിജയിക്കുകയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിൽ 9000-ലധികം വോട്ടുകളാണ് UDFന് തവനൂർ നിയോജക മണ്ഡലത്തിൽ കൂടുതലായിട്ട് കിട്ടിയിരിക്കുന്നത്. ആ വോട്ടുകളെയൊക്കെ തന്നെ ഇടതുപക്ഷത്തിന് മറികടക്കാൻ വേണ്ടി സാധിക്കും. നല്ലൊരു സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷം ഫീൽഡ് ചെയ്താൽ തീർച്ചയായിട്ടും അനായാസമായിട്ടുള്ളൊരു വിജയം തവനൂരിൽ ഉണ്ടാകും. അതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ മനസ്സിലാക്കുന്ന ഇത്തവണത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തവനൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളും UDFന് ലഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അവരെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം അത് നൽകുന്നുണ്ട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. അത് സ്വാഭാവികമാണത്.
ഇതിനു മുമ്പും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു 19,000 20,000 ഒക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഡ് ഈ മേഖലയിൽ നിന്ന് വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ പ്രതിഫലിക്കാറില്ല. കാരണം ആളുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുന്ന വോട്ടിംഗ് പാറ്റേൺ ആവില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുന്നതാവില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുക. ജനങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള പാറ്റേണുകൾ വോട്ടിങ്ങിൽ ഈ 3 തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളവും ഉണ്ട് എന്നുള്ളതാണ് ഇന്നോളമുള്ള കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. തവനൂരിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളോടൊപ്പം അങ്ങ് പെരിന്തൽമണ്ണയിലേക്ക് മാറുമെന്ന് പറയുന്നുണ്ട്. പെരിന്തൽമണ്ണയിൽ ഒരു അവസരം പാർട്ടി തന്നാൽ മത്സരിക്കുമോ? അതൊക്കെ വെറുതെ ഓരോരുത്തർ അവരവരുടെ ഊഹാപോഹങ്ങൾക്കനുസരിച്ചല്ലേ മെനയുന്നത്. കഥകൾ ഓരോന്നിങ്ങനെ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇവിടെ സ്വാഭാവികമായിട്ട് കോൺഗ്രസ് ആണല്ലോ മത്സരിക്കുന്നത്. പെരിന്തൽമണ്ണയാകുമ്പോൾ മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗായിട്ട് ഒരു പക്ഷേ കുറ്റിപ്പുറത്തിന് ശേഷം പെരിന്തൽമണ്ണയാണെങ്കിൽ നേരിട്ട് ഏറ്റുമുട്ടാനുള്ള ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാവില്ലേ? അതൊക്കെ ഓരോരോ രാഷ്ട്രീയമായിട്ടുള്ള സാഹചര്യങ്ങൾ. നമ്മൾ വെറുതെ അങ്ങോട്ട് പോയിട്ട് ഏറ്റുമുട്ടല്ലല്ലോ 2006 ഉണ്ടായിട്ടുള്ളത്. അന്ന് അതിന് തക്കതായിട്ടുള്ള കാരണങ്ങളുണ്ടായിരുന്നു. അങ്ങനെ തക്കതായിട്ടുള്ള കാരണങ്ങൾ ഇപ്പോൾ ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ മത്സരിക്കേണ്ട എന്ന് വ്യക്തിപരമായിട്ട് തീരുമാനിച്ച ഒരാളോട് വേറൊരു സ്ഥലത്ത് പോയിട്ട് മത്സരിക്കണം എന്ന് പറയില്ലല്ലോ, സ്വാഭാവികമാണല്ലോ. മത്സരിക്കണമെന്നൊരാവശ്യം പാർട്ടി ഉന്നയിക്കുകയാണെങ്കിൽ, നേതാക്കൾ പറയുകയാണെങ്കിൽ, അങ്ങ് പിണറായി വിജയനായിട്ടൊക്കെ നേരിട്ട് ബന്ധമുള്ളൊരു ആൾ കൂടിയാണല്ലോ. അപ്പോൾ താല്പര്യം നിലവിൽ അങ്ങ് വിജയിച്ച MLA ആയിട്ടുള്ള തവനൂർ തന്നെയാണ്, അത് മറ്റേതെങ്കിലും മണ്ഡലങ്ങൾ താല്പര്യം? അങ്ങനെ ഒരു താല്പര്യമുള്ള മണ്ഡലം വേറെ നോക്കിയതിന് ശേഷമല്ലല്ലോ നമ്മളിങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പാർട്ടിക്ക് എന്ത് തീരുമാനവും എടുക്കാമല്ലോ. പാർട്ടി തീരുമാനം എടുക്കുമ്പോൾ ആ സമയത്ത് അതിനെ സംബന്ധിച്ച് ആലോചിച്ച് പാർട്ടിക്ക് തന്നെ ഒരു മറുപടി കൊടുക്കും. തവനൂരിലെ പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വത്തിനുൾപ്പെടെ ഇവിടെയുള്ള ജനങ്ങൾക്കുൾപ്പെടെ അങ്ങ് വീണ്ടും വരണമെന്നുള്ളൊരു താല്പര്യമുണ്ട്. അത് അങ്ങയോട് തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പം 3 തെരഞ്ഞെടുപ്പായല്ലോ ഒരു മണ്ഡലത്തിൽ. മൊത്തം 4 തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായിട്ട് ജയിച്ചു. അതും മലപ്പുറം ജില്ലയിൽ നിന്ന്. ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇതിനു മുൻപ് 4 തവണ തുടർച്ചയായി നമ്മളുടെ ജില്ലയിൽ നിന്ന് ജയിച്ചിട്ടില്ല. ഞാനാണ് ആദ്യത്തെ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി. അപ്പോൾ ഇനി നമുക്ക് മറ്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടും സമയം ചെലവിടണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം. എന്താണ് സംസ്ഥാനത്തെ പൊതുവായിട്ട് വിലയിരുത്തുന്നത്? ഭരണ തുടർച്ച ഉണ്ടാകുമോ? തീർച്ചയായിട്ടും, യാതൊരു സംശയവുമില്ല. കാരണം കണ്ണുള്ളവരുണ്ടെങ്കിൽ, കാതുള്ളവരുണ്ടെങ്കിൽ, അനുഭവിക്കാനുള്ള അനുഭവ ശേഷിയുള്ളവരുണ്ടെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിൽ വരും. കാരണം വികസനം അവരുടെ കൺമുന്നിലുണ്ട്. ഈ ദേശീയപാത കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ യാഥാർത്ഥ്യമാകുമെന്ന് ആരെങ്കിലും കരുതിയിരുന്നോ? പണം കൊണ്ട് മാത്രം ഇത് യാഥാർത്ഥ്യമാവില്ലല്ലോ. ഏതാണ്ട് 10,000-3000 കിലോമീറ്റർ സ്ഥലം വളരെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷനുള്ള മേഖലയിൽ നിന്ന് അക്വയർ ചെയ്ത് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൈമാറുക എന്ന് പറയുന്നത് ഒരു ഹെർക്കുലിയൻ ടാസ്ക്കായിരുന്നു. ആ ടാസ്ക്കാണ് പിണറായി വിജയൻ ചെയ്തത്. പിണറായി വിജയൻ അല്ലായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെങ്കിൽ ഈ ദേശീയപാത ഒരിക്കലും ഖിയാമത്ത് നാൾ വരെ, ലോകാവസാനം വരെ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമായിരുന്നില്ല. സ്ഥലമേറ്റെടുപ്പ് അത്ര ദുഷ്കരമായിരുന്നു ഇവിടെ. ഗെയിൽ വാതക പൈപ്പ് ലൈൻ നമ്മൾ കണ്ടതാണല്ലോ. അതും 400 കിലോമീറ്ററാണ് ഭൂമിക്കടിയിലൂടെ പൈപ്പിട്ട് പോയിരിക്കുന്നത്. ആ പദ്ധതിയും ഇവിടെ യാഥാർത്ഥ്യമാക്കിയത് പിണറായി വിജയൻ്റെ ഇച്ഛാശക്തിയുടെ പിൻബലത്തിലാണ്. വൈദ്യുതിയുടെ ക്ഷാമം ഇപ്പോൾ കേരളം അനുഭവിക്കാത്തതിൻ്റെ ഒരു കാരണം, അതിൻ്റെ കാരണം കൊച്ചി ഇടവൻ പവർ ഹൈവേ അത് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചതുകൊണ്ടാണ്. അതും 400 കിലോമീറ്ററിൽ താഴെ 380 കിലോമീറ്റർ വലിയ പവർ ലൈന് വലിക്കുകയായിരുന്നു. അത് UDFൻ്റെ കാലത്ത് മുടങ്ങിക്കിടന്ന പദ്ധതിയാണ്. വിഴിഞ്ഞം പോർട്ട്
അത് 5-8 വർഷം കഴിഞ്ഞിട്ട് ശരിക്കും പൂർത്തിയാക്കിയാൽ മതി. അതിൻ്റെ 1-ാം ഘട്ടം തന്നെ അതൊക്കെ പൂർത്തിയായി നാടിന് സമർപ്പിച്ചു. നമ്മളുടെ വിദ്യാലയങ്ങൾ, പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അങ്ങനെ തുടങ്ങി മനുഷ്യജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും 2000 രൂപയാണ് 62 ലക്ഷത്തിലധികം വരുന്ന ആളുകൾക്ക് ക്ഷേമ പെൻഷൻ പിണറായി വിജയൻ സർക്കാർ കൊടുക്കുന്നത്. ഇനി വീട്ടമ്മമാർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപ വെച്ച് മാസം നൽകും. അങ്ങനെ വരുമ്പോൾ വർഷത്തിൽ 12,000 രൂപയാണ് അവർക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. ഇതൊക്കെ തന്നെ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വിലയിരുത്തുന്ന കാര്യമാണ്. അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് ബോധ്യമാകും. ഒരു ഭാഗത്ത് ശക്തമായ പ്രചാരണ വിഷയമാക്കി മാറ്റുന്നത് വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, അത്തരത്തിലുള്ള പരാമർശങ്ങൾ മുസ്ലിം ലീഗിനെതിരെ വീണ്ടും ഉന്നയിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് വെള്ളാപ്പള്ളി നടേശൻ വിഷയത്തിലുള്ള അങ്ങയുടെ? വെള്ളാപ്പള്ളി നടേശനും അതുപോലെ തന്നെ മുസ്ലിം ലീഗും വളരെ ചങ്ങാത്തത്തിൽ കഴിഞ്ഞ ആളുകളാണ്. SNDPയും മുസ്ലിം ലീഗും പിന്നോക്ക സമുദായ മുന്നണി എന്ന് പറഞ്ഞിട്ടൊരു മുന്നണിക്ക് തന്നെ രൂപം നൽകിയിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മുന്നണിയിൽ വെള്ളാപ്പള്ളിയുമായി സഹകരിച്ച് പ്രവർത്തിച്ചിട്ടും മുസ്ലിം ലീഗ് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വെള്ളാപ്പള്ളിക്ക് ഒരു നല്ല അഭിപ്രായം നൽകാൻ ലീഗിന് കഴിയാതെ പോയി? ഇപ്പോൾ എന്നെ പറ്റിയിട്ട് ഒരു സഹോദര സമുദായ അംഗം, ഞങ്ങൾ വളരെ സുഹൃത്തുക്കളാണ്. ആ സുഹൃത്തിൽ എനിക്ക് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് നല്ലൊരു അഭിപ്രായം, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് നല്ലൊരു അഭിപ്രായം ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ആരുടെ പരാജയമാണ്? എത്രയോ കാലം SNDPയും വെള്ളാപ്പള്ളി നടേശനും മുസ്ലിം ലീഗും ഉൾപ്പെടുന്ന പിന്നോക്ക സമുദായ മുന്നണി ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. റിസർവേഷൻ, സാമുദായിക സംവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്. ലീഗിനെ സംബന്ധിച്ച് പറയുന്ന അഭിപ്രായങ്ങൾ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് പറയുന്ന അഭിപ്രായങ്ങളായിട്ട് കാണേണ്ടതില്ല. ഏറ്റവും കൂടുതൽ വെള്ളാപ്പള്ളി പറഞ്ഞതുൾപ്പെടെ സാമുദായിക ഐക്യത്തിന് പ്രശ്നമായി നിന്നത് മുസ്ലിം ലീഗാണെന്നാണ് പറയുന്നത്. അങ്ങനെ തോന്നുന്നുണ്ടോ? സാമുദായിക ഐക്യത്തിന് ഇപ്പോൾ മുസ്ലിം ലീഗ് കേരളത്തിലെ മുസ്ലിങ്ങളെ മുഴുവൻ യോജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി, മറ്റു മുസ്ലിം സംഘടനകൾ അല്ല, അത് അവരൊക്കെ യോജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ മുസ്ലിം ലീഗ്. അപ്പം ലീഗിനത് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ഹിന്ദുമത സമുദായക്കാർക്കും യോജിച്ചുകൂടാ? ലീഗ് പറയുന്നത് മുസ്ലിങ്ങളോട് എല്ലാ മുസ്ലിങ്ങളും ലീഗിൻ്റെ കുടക്കീഴിൽ അണിനിരക്കണം, ലീഗുമായി യോജിച്ച് പ്രവർത്തിക്കണം, സഹകരിച്ച് പ്രവർത്തിക്കണം. ലീഗല്ലാത്തവരെ മുഴുവൻ ദീനില്ലാത്തവരാക്കിയിട്ട് അവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കെതിരെയൊക്കെ ഇപ്പോൾ എന്താണ് അവരുടെ ഒക്കെ പ്രചരണം? നമ്മൾ ചെയ്യുന്ന തെറ്റെന്താണ്? ഒരു തെറ്റും ചെയ്യുന്നില്ല. നമ്മൾ ലീഗല്ല, അല്ലെങ്കിൽ ലീഗിനെ വിമർശിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ഒരു ട്രൂ മുസ്ലിം ആകണമെങ്കിൽ നിങ്ങൾ ലീഗാവണം. നിങ്ങളൊരു മിതവാദി മുസ്ലിം ആകണമെങ്കിൽ നിങ്ങൾ ലീഗാവണം. ഇതാണ് നമ്മളുടെ മുഖ്യധാര മാധ്യമങ്ങളും നൽകുന്ന ഒരു നരേഷൻ എന്ന് പറയുന്നത്. SNDPയും NSS ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകളുടെ ഐക്യത്തിന് ലീഗ് വിലങ്ങുതടിയായി, അങ്ങനെ തോന്നുന്നുണ്ട്. അങ്ങനല്ല, ഐക്യത്തിന് ലീഗ് വിലങ്ങുതടിയായി എന്നല്ല പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലീഗ് മുസ്ലിം സമുദായത്തെ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ എന്തുകൊണ്ട് SNDPക്ക് ഹൈന്ദവ സമുദായ സംഘടനകളുടെ യോജിപ്പിനെക്കുറിച്ച് സംസാരിച്ചുകൂടാ? ലീഗിന് അനുവദനീയമായിട്ടുള്ളൊരു കാര്യം SNDPക്കും NSSനും എങ്ങനെയാണ് നിഷിദ്ധമാവുക? വെള്ളാപ്പള്ളി പറഞ്ഞതിൽ ഒരു തരത്തിലുള്ള വർഗീയ സ്വഭാവം ഇല്ല എന്നുള്ളതാണ് അങ്ങ് പറയുന്നത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മലപ്പുറം ജില്ലയെക്കുറിച്ചും മുസ്ലിം സമുദായത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ, ലീഗിനെ മാറ്റി നിർത്തി. മലപ്പുറം ജില്ലയെക്കുറിച്ച് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുസ്ലിം സമുദായത്തിനെതിരായിട്ട് പറയുന്നു എന്നാണോ? അങ്ങനെയാണെങ്കിൽ കോട്ടയം ജില്ലയെക്കുറിച്ച് പറഞ്ഞാൽ ആരെങ്കിലും ക്രിസ്ത്യാനികളെക്കുറിച്ചാണ് അത് പറഞ്ഞത് എന്ന് പറയുമോ? കൊല്ലം ജില്ലയെക്കുറിച്ചും തിരുവനന്തപുരം ജില്ലയെക്കുറിച്ചും പറഞ്ഞാൽ അത് ഹിന്ദുക്കൾക്കെതിരായിട്ടാണ് പറയുന്നത് എന്ന് വ്യാഖ്യാനിക്കുമോ? അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ 30% നോൺ മുസ്ലിംസ് അല്ലേ ഈ ജില്ലയിൽ? അപ്പോൾ ഈ ജില്ല എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിൻ്റേതാണ് എന്നെന്തിനാണ് വരുത്തി തീർക്കുന്നത്? അത് വരുത്തി തീർക്കുന്നതാണ് അപകടം. ലീഗ് അത് ചെയ്യാൻ പാടില്ല. ഇത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രൈസ്തവരും എല്ലാമുള്ള ജില്ലയാണ്. ഈ ജില്ലക്കെതിരായിട്ടുള്ള ഒരു പരാമർശം സാമുദായിക
സാമുദായികമായിട്ട് നമ്മളതിനെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടതില്ല. അതിനെ വെള്ളാപ്പള്ളി അപ്പോൾ അത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല. അങ്ങനല്ല, വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് 90 വയസ്സായിട്ടുള്ള ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ഒരു അക്ഷരം തെറ്റിപ്പോയി, അല്ലെങ്കിൽ ഒരു ആശയം പറയുന്നതിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിഘ്നം സംഭവിച്ചു, അത് ചൂണ്ടിക്കാണിച്ച് ആകെ വെള്ളാപ്പള്ളി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പം തിരിച്ചു ചോദിക്കാനുള്ള ഒരു കാര്യം, അങ്ങനെയെങ്കിൽ ഈ വെള്ളാപ്പള്ളിയുമായിട്ടല്ലേ ഇത്ര കാലം മുസ്ലിം ലീഗ് പിന്നോക്ക സമുദായ മുന്നണി എന്നും പറഞ്ഞ് സഹകരിച്ച് നടന്നത്? അപ്പോൾ അത് തെറ്റല്ലേ? ലീഗ് ചെയ്യുന്നതെന്തോ അതാണ് വെള്ളാപ്പള്ളി നടേശനും ചെയ്യുന്നത്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനുമായിട്ട് SNDPയുമായിട്ട് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ശുദ്ധമായ മതനിരപേക്ഷതയാണ് ഞാൻ പുലർത്തുന്നത്, ഒരു മതസംഘടനയുമായിട്ടും എനിക്ക് യോജിപ്പില്ല, അല്ലെങ്കിൽ മതസംഘടനകളുടെ തിണ്ണനിറങ്ങാൻ പോകില്ല, അവരുമായിട്ട് ഞങ്ങൾ മുന്നണി ബന്ധം ഉണ്ടാക്കില്ല. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് അവർ മുന്നണി ബന്ധം ഉണ്ടാക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമി അടിസ്ഥാനപരമായിട്ട് ഏത് നിലക്കുള്ള സംഘടനയാണ് എന്ന് മുസ്ലിങ്ങളിൽ തന്നെ മഹാഭൂരിപക്ഷം വരുന്ന സുന്നികൾ, മുജാഹിദുകൾ, ഇവരൊക്കെ ഉണ്ടല്ലോ. ഈ വിഭാഗങ്ങളോട് ചോദിച്ചാൽ അതിനെ പ്രതിരോധിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി ഏകദേശം 20 വർഷത്തിലധികം CPM-ഉമായിട്ട് ചേർന്ന് നിന്നിരുന്നൊരു സംഘടനയാണ്. അന്ന് CPM ഇല്ലാത്തൊരു നിരോധനം എന്താണ് ഇപ്പോൾ CPM ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് ചോദിക്കുന്നതെന്നാണ് VD സതീശൻ ഉൾപ്പെടെ അല്ല എങ്കിൽ മറ്റത് പറയാൻ പാടില്ല. SNDPയെ പോലെയുള്ള സാമുദായിക സംഘടനകൾ, NSS, അവർക്ക് ഇവിടുത്തെ എസ്റ്റാബ്ലിഷ്ഡ് സംഘടനകളാണ്. അവരെ ഒന്നും വർഗീയ സംഘടനകളായിട്ട് ഇന്നോളം ആരും പറഞ്ഞിട്ടില്ല. അവരൊക്കെ സാമുദായിക സംഘടനകളാണ്. ഓരോ സമുദായത്തിൻ്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സാമൂഹ്യ സംഘടനകൾ, നോൺ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ്. അതേ സാമുദായിക സംഘടന തന്നെയാണ് മുസ്ലിം ലീഗ്. പൊളിറ്റിക്കൽ ഓർഗനൈസേഷനാണല്ലോ മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് ഒരു സാമുദായിക പാർട്ടിയാണ്. അത് ഷാജി തന്നെ പറഞ്ഞില്ലേ, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്. ഞാൻ ഇങ്ങനെ പറയണം, കാരണം ഞാൻ മുസ്ലിം ലീഗുകാരനാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വാദിക്കണം, ഇങ്ങനെ പറയണം എന്ന് അദ്ദേഹം പറയുന്നു. അതേ മാനദണ്ഡം എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളിക്കും അവർ വകവെച്ചു കൊടുക്കാത്തത്? താങ്കളുടെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ മുസ്ലിം ലീഗ് തന്നെയാണ് മുഖ്യ ശത്രുവായിട്ട് നിന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിലും അങ്ങ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ ശത്രുവായി കാണുന്ന മുസ്ലിം ലീഗിനെ തന്നെയാണോ? അങ്ങനെയല്ല, എൻ്റെ രാഷ്ട്രീയ ശത്രു ലീഗൊന്നുമല്ല. ഞാൻ പറയുന്നത്, നമ്മളൊരു കാര്യം പറയുമ്പോൾ ആ കാര്യത്തിലൊരു സത്യസന്ധതയും ആത്മാർത്ഥതയും വേണം. മുസ്ലിം ലീഗ് മുസ്ലിങ്ങളെ യോജിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എല്ലാ മുസ്ലിം സംഘടനകളും ഒരു കുടക്കീഴിൽ വരണം എന്ന് താല്പര്യപ്പെടുന്നു. ഒരു പൊളിറ്റിക്കൽ ലക്ഷ്യം അതിൻ്റെ പിന്നിലുണ്ട്. എന്നാൽ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ലക്ഷ്യമില്ലാതെ NSSും SNDPയും സഹകരിച്ച് പ്രവർത്തിക്കണം, മറ്റു ഹൈന്ദവ സമുദായ സംഘടനകൾ ഒരുമിച്ച് നിൽക്കണം എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞാൽ, അല്ലെങ്കിൽ NSS പറഞ്ഞാൽ, സുകുമാരൻ നായർ പറഞ്ഞാൽ അതെങ്ങനെ വർഗീയമാകും? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ലീഗ് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ എന്താണോ പ്രചരിപ്പിക്കുന്നത് അത് തന്നെയല്ലേ അപ്പുറത്ത്. സാമുദായിക ഐക്യം എന്ന് പറയുന്നത് വർഗീയതയാണെന്ന് ലീഗ് എവിടെയും പറഞ്ഞിട്ടില്ല നിലവിൽ ഈ വിഷയത്തിൽ. അല്ല, സാമുദായിക ഐക്യം വർഗീയതയാണ് എന്ന് ലീഗിന് പറയാൻ കഴിയില്ലല്ലോ. ഈ ഐക്യം എങ്ങനെയാണ് വർഗീയമാവുക? SNDPയും NSSും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ, അല്ലെങ്കിൽ മറ്റു ഹൈന്ദവ സമുദായ സംഘടനകൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ അതെങ്ങനെ വർഗീയമാകും? അപ്പോൾ മുസ്ലിങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്ന മുസ്ലിം സംഘടനകൾ, ഇപ്പോൾ ഏതാണ്ട് എല്ലാ മുസ്ലിം സംഘടനകളും ലീഗിൻ്റെ ഒരു കുടക്കീഴിലാണ് അന്തിമമായിട്ട് അണിനിരക്കുക. എല്ലാ സമുദായ സംഘടനകളും മതസംഘടനകളും എല്ലാം. അപ്പോൾ അത് വർഗീയമാണോ? അല്ലല്ലോ. ഇപ്പോൾ വെള്ളാപ്പള്ളി ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ മുൻപ് ഉൾപ്പെടെ തുടങ്ങിയതാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ. അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പരിപാടിയിൽ വെച്ച് തൻ്റെ വാഹനത്തിൽ വെള്ളാപ്പള്ളിയെ കയറ്റിക്കൊണ്ടു പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പലതരത്തിലുള്ള വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയ വെള്ളാപ്പള്ളിയെ ചേർത്ത് നിർത്തിയതാണ് CPM-നെ സംബന്ധിച്ച് LDF-നെ സംബന്ധിച്ച് മലബാറിൽ വലിയ തിരിച്ചടി ഉണ്ടായതെന്ന് മുസ്ലിം ലീഗ് പറയുന്നുണ്ട്. അതായത് ഭൂരിപക്ഷ പ്രീണനത്തിനു വേണ്ടി ന്യൂനപക്ഷങ്ങളെ
പരമാവധി ആ രീതിയിൽ മാറ്റി നിർത്താനുള്ള ശ്രമം CPM നടത്തുന്നു. വെള്ളാപ്പള്ളിയെ ചേർത്ത് പിടിച്ചു. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള K. സുരേന്ദ്രൻ, ഈ സുരേന്ദ്രൻ എന്തൊക്കെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടുത്തെ മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ സുരേന്ദ്രൻ്റെ മകൻ്റെ വിവാഹത്തിനല്ലേ വലിയ സമ്മാനപ്പൊതികളുമായിട്ട് ലീഗ് നേതാക്കന്മാരുൾപ്പെടെ പോയി അതിൽ വളരെ സജീവമായിട്ട് പങ്കെടുത്തത്. കാറ് കയറ്റുന്നത് മാത്രമാണോ പ്രശ്നം? അല്ല, എന്നതുപോലെ ഒരു 90 വയസ്സായ ഒരു മനുഷ്യൻ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ നടന്നു പോണ്, ഞാനൊരു കാറ് പോകുന്നു, ആ കാറ് കണ്ടാൽ ഞാൻ നിർത്തി കൊടുക്കൂല അയാളെ. കാറിൽ കയറ്റി എന്നുള്ളതല്ല, കാറിൽ കയറ്റി കൊണ്ടുപോയി അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് സംസാരിച്ചു. പിന്നീട് തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടായതിനു ശേഷം അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. അങ്ങനെയല്ല, നമ്മൾ എല്ലാം ഒരേ കണ്ണുകൊണ്ട് കാണണം. മുസ്ലിങ്ങൾ ചെയ്താൽ, ന്യൂനപക്ഷങ്ങൾ ചെയ്താൽ അത് എല്ലാം ശരി, മറ്റുള്ളവർ ചെയ്താൽ അത് വർഗീയത അല്ലെങ്കിൽ മോശമായിട്ടുള്ള കാര്യം, അത് ശരിയല്ലല്ലോ. നമ്മളെല്ലാറ്റിനെയും ഒരേ മാനദണ്ഡത്തിൽ കാണണം. ഇപ്പോൾ സന്ദീപ് വാര്യർ പറഞ്ഞതുപോലെ മുസ്ലിങ്ങളെക്കുറിച്ച് ഇവിടെ ആരാ പറഞ്ഞിട്ടുള്ളത്? എന്താ അദ്ദേഹം പറഞ്ഞതൊരിക്കൽ? കാശ്മീരിലെ മുസ്ലിങ്ങളെ അവരുടെ തോളത്ത്, അവരുടെ തോളിൽ ഈ ടയർ ഇട്ടിട്ട് കത്തിച്ച് വിടണമെന്ന്. ടയർ ഒരാളുടെ ദേഹത്തിട്ടിട്ട് ആ ടയറിന് തീ കൊളുത്തി വിടണം, അപ്പോൾ ഓടും, പ്രാണഭയം കൊണ്ട് ഓടും. അങ്ങനെ അവർ പാകിസ്ഥാനിൽ പോകട്ടെ എന്ന് പറഞ്ഞ ആളാണ് ഈ സന്ദീപ് വാര്യർ. ആ സന്ദീപ് വാര്യർ അല്ലേ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ? അദ്ദേഹം BJPയിൽ നിന്ന് പോന്നു എന്നൊക്കെ ആയിരിക്കും ന്യായം. പക്ഷെ BJPയിൽ ഇപ്പോൾ നിൽക്കുന്ന നേതാക്കന്മാരുണ്ടല്ലോ, ആ നേതാക്കന്മാരിൽ എത്ര പേര് സന്ദീപ് വാര്യർ പറഞ്ഞതുമാതിരി പറഞ്ഞിട്ടുണ്ട്? എനിക്ക് തോന്നുന്നത് BJPയുടെ മുൻനിര നേതാക്കളിൽ അല്ലെങ്കിൽ അവരുടെ വക്താവായി വന്ന ആളുകളിൽ ഉത്തരേന്ത്യയിലെ നേതാക്കന്മാർ പോലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പോൾ BJP പറഞ്ഞിട്ടാവൂലല്ലോ സന്ദീപ് വാര്യർ അങ്ങനെ പറഞ്ഞത്. മുസ്ലിങ്ങളുടെ ദേഹത്തേക്ക് ഈ ടയർ ഇട്ടിട്ട് കത്തിച്ച് അവരെ പാകിസ്ഥാനിലേക്ക് ഓടിക്കണം എന്ന് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു BJP നേതാവ്, ഒരു RSS നേതാവും പറഞ്ഞിട്ടില്ല. അത് സന്ദീപ് വാര്യരാണ് പറഞ്ഞത്. അപ്പോൾ സന്ദീപ് വാര്യരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള വിദ്വേഷമാണ് അതിലൂടെ പുറത്തു വന്നത്. വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശത്തിലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം CPMന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി VP അനിലിന്റെ പ്രതികരണം നമ്മളെടുത്തിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, വെള്ളാപ്പള്ളി മലപ്പുറത്തെക്കുറിച്ചും മുസ്ലിം സമുദായത്തെക്കുറിച്ചും പറഞ്ഞ പ്രസ്താവനയോട് പാർട്ടിയുടെ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ വിയോജിപ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരു സാമുദായിക നേതാവ് എന്ന നിലയിലുള്ള അംഗീകാരം മാത്രമാണ് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. വിയോജിപ്പുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. അത്തരം പ്രസ്താവനകളിൽ ഒരു തരത്തിലുള്ള യോജിപ്പുമില്ല എന്നുള്ളത് CPMന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞു. അതെ, ഇടതുപക്ഷത്തിന് അതിനോട് യോജിപ്പില്ലല്ലോ, ആർക്കും യോജിക്കാൻ കഴിയില്ല. ഞാൻ പറയുന്നത് ഞാൻ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, ഇതേ കാര്യം അപ്പുറത്തും ചെയ്യുന്നുണ്ട്. അപ്പോൾ വെള്ളാപ്പള്ളിയെ നമ്മൾ വിമർശിക്കുമ്പോൾ അപ്പുറത്ത് ലീഗ് ചെയ്യുന്നതും തെറ്റാണ്, രണ്ട് കൂട്ടർ ചെയ്യുന്നതും തെറ്റാണ്. വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ട്, ഞാനിവിടുത്തെ മുസ്ലിങ്ങളുടെ വിരോധിയല്ല, ഞാനൊരു മുസ്ലിം വിരുദ്ധനല്ല, മുസ്ലിം സമുദായത്തോട് എനിക്ക് യാതൊരു തരത്തിലുള്ള വിദ്വേഷവുമില്ല. എന്നാൽ ഞങ്ങളുടെ കൂടെ നടന്നിട്ട് ലീഗ് ഞങ്ങളെ പറ്റിച്ചു, സമുദായ മുന്നണി, പിന്നോക്ക സമുദായ മുന്നണി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാലം ഇവരുടെ കൂടെ നടത്തിച്ചിട്ട് അവരെ പറ്റിച്ചു. എൻ്റെ വിമർശനം ലീഗിനെതിരാണ്. ലീഗിനെതിരെയുള്ള വിമർശനം മുസ്ലിം സമുദായത്തിനെതിരെയുള്ള വിമർശനമാക്കി മാറ്റാൻ, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള വിമർശനം ഇസ്ലാമിനെതിരായിട്ടുള്ള വിമർശനമാക്കി മാറ്റാൻ സംഘടിതമായി മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഒരുമിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ലീഗിനെ വിമർശിച്ചാൽ പറയും മുസ്ലിം സമുദായത്തെ വിമർശിച്ചു, ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചാൽ പറയും നിങ്ങൾ ഇസ്ലാമിനെ വിമർശിച്ചു. പറയുന്നതുകൊണ്ട് ചോദിക്കുന്നത്, ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു, കേരളത്തിൽ ഏതെങ്കിലും ഒരു വർഗീയ കലാപത്തിൽ ജമാഅത്ത് ഇസ്ലാമി പ്രതികളായിട്ടുണ്ടോ? അത്തരത്തിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? തീവ്രവാദ സംഘടനയാണെന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള സ്വഭാവത്തിലുള്ള എന്തെങ്കിലും പ്രവർത്തനം നടത്തിയ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതിനുള്ള മറുപടി, എത്ര പുസ്തകങ്ങൾ അവരെഴുതിയിട്ടുള്ളത് ഞാൻ കാണിച്ചു കൊടുക്കാം. ഒരു മുസ്ലിം
വിയോജിപ്പും വെറുപ്പും തോന്നത്തക്ക വിധത്തിലുള്ള നിരവധി പരാമർശങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പുസ്തകങ്ങളിൽ, അവരുടെ നേതാക്കന്മാരെഴുതിയ പുസ്തകങ്ങളിൽ, അവർ പ്രസിദ്ധീകരിച്ച് പുറത്തിറക്കിയ പുസ്തകങ്ങളിൽ നമുക്ക് വായിക്കാൻ വേണ്ടി കഴിയും. ഒരു പരസ്യമായ സംവാദത്തിന് ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരെ വെല്ലുവിളിക്കുന്നു. മറ്റൊന്നുമല്ല, IPH പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളിൽ ഇന്ത്യയെപ്പോലെ ഒരു ബഹുമത രാജ്യത്ത് പ്രചരിപ്പിക്കാൻ പറ്റാത്ത ആശയങ്ങൾ നിരവധിയുണ്ട്. ഇല്ല എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വാദമെങ്കിൽ ഞാൻ അവരെ പരസ്യമായ ഒരു വാഗ്വാദത്തിന് വെല്ലുവിളിക്കുകയാണ്. താരതമ്യേന കേരളത്തിലെ ഏറ്റവും ചെറിയ മുസ്ലിം സംഘടനയായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് CPM ഇങ്ങനെ ചർച്ച നടത്തുമ്പോൾ അത് വലിയ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ചർച്ച. അല്ല, സംഘടനയുടെ വലിപ്പമോ ചെറുപ്പമോ അല്ല പ്രശ്നം. ഇപ്പം ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരെ RSSും BJPയും എതിർക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയം, അവർ പ്രചരിപ്പിക്കുന്ന കാര്യം, അതിനോടാണ് BJPക്കും RSSനും വിയോജിപ്പ്. ജമാഅത്തെ ഇസ്ലാമി സംഘടന എന്നുള്ള നിലയിൽ ആൾബലം കുറഞ്ഞ, മുസ്ലിങ്ങളിൽ ഒരു 2% പോലും പിന്തുണയില്ലാത്ത ഒരു സംഘടനയാണ്. പക്ഷേ അവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ അപകടകരമാണ്. ഇപ്പം മുസ്ലിം ലീഗുകാരെല്ലാം ലീഗ് നേതാക്കന്മാരുടെ പ്രസ്താവനകളോ അവരുടെ അഭിപ്രായങ്ങളോ ഒന്നുമല്ല മുസ്ലിം കുടുംബ ഗ്രൂപ്പുകളിൽ, ലീഗ് കുടുംബ ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരുടെ വീഡിയോ ക്ലിപ്പിങ്ങുകളാണ്. പ്രത്യേകിച്ച് അവരുടെ പത്രത്തിലെ കട്ടിങ്ങുകൾ, അവരുടെ ചാനലിലെ ക്ലിപ്പിങ്ങുകൾ, ഇതൊക്കെയാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ജമാഅത്തെ ഇസ്ലാമി സംഭവം ചെറിയൊരു സംഘടനയാണ്. നമ്മൾ സാധാരണ പറയല്ലോ, അമ്പലം ചെറുതാണെങ്കിലും വഴിപാട് വലുതാണെന്ന് പറയില്ലേ, എന്നതുമാതിരിയാണ് ജമാഅത്തെ ഇസ്ലാമി. അണലി ഇപ്പോൾ ഒരു വലിയ പാത്രത്തിൽ നമ്മൾ പായസം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ആ പായസത്തിലേക്ക് ഒരിറ്റ് കെറോസിൻ, മണ്ണെണ്ണ ഒഴിച്ചാൽ അത് മുഴുവൻ ചീത്തായില്ലേ? അപ്പോൾ ഒരു സമൂഹത്തെ ചീത്തയാക്കാൻ അധികമൊന്നും വേണ്ട. ഒരു തുള്ളി കൊണ്ടുനടന്ന സമയത്ത് ഇത്തരം അങ്ങനെ സംഘടനയെ കൊണ്ടു നടന്നിട്ടില്ലല്ലോ CPM. എവിടെ എക്കാലത്തും ജമാഅത്തെ ഇസ്ലാമിയും CPM സഭാ തെരഞ്ഞെടുപ്പിലുൾപ്പെടെ അതൊക്കെ ജമാഅത്തെ ഇസ്ലാമി മൂല്യം നോക്കി വോട്ട് ചെയ്ത കാലത്ത് CPMന് വോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം എനിക്ക് 2000 CPM പിന്തുണ ആവശ്യപ്പെട്ടിരുന്നു എന്ന് അവരുടെ അമീർ തന്നെ പറയപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞ് ഒരു കത്ത് കാണിക്കട്ടെ. സാധാരണ അല്ല, ചിത്രത്തിൽ പിന്നെ സംസാര ചിത്രത്തിൽ കാണൂ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കാണാൻ ആര് പിന്നെ അനുവാദം ചോദിച്ചാലും മുഖ്യമന്ത്രി കൊടുക്കുമല്ലോ. ഏതാൾ ചോദിച്ചാലും കൊടുക്കും. അതിൽ പിന്നെ ഞങ്ങളോട് എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഞാനും പിന്നെ ഈയും തമ്മിൽ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നു, ഒരു ചിത്രം എടുത്ത് പോയി ഇതിൻ്റെ വീഡിയോ ഒന്നുമില്ല എങ്കിൽ ഈ പറയാണ് അദ്ദേഹം എന്നെ CPMലേക്ക് ക്ഷണിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുത്തിൽ അത് പ്രതിഫലിക്കണം. ഒരു കത്ത് CPMൻ്റെ ജില്ലാ കമ്മിറ്റിയോ ഏരിയ കമ്മിറ്റിയോ സ്റ്റേറ്റ് കമ്മിറ്റിയോ ജമാഅത്തെ ഇസ്ലാമിക്ക് നൽകണം. ജമാഅത്തെ ഇസ്ലാമിയുടെ ഇത്തവണത്തെ പിന്തുണ ഞങ്ങൾക്ക് നൽകണം. അങ്ങനെ ഏതെങ്കിലും ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു കത്ത് കൊടുത്തിട്ടുണ്ടോ? അപ്പം നമ്മളുടെ അടുത്തേക്ക് വന്ന് ഇപ്പം നമുക്ക് ആരൊക്കെ വോട്ട് ചെയ്യും? അങ്ങനെ വോട്ട് പതിച്ചു കൊടുക്കായിരുന്നല്ലോ അവരൊരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, വെൽഫെയർ പാർട്ടി രൂപീകരിച്ചതോടെയാണ് അവർ സംഘടിതമായിട്ട് വോട്ട് ഒരു സഖ്യകക്ഷിക്ക് കൊടുക്കുക എന്നുള്ളത് വന്നത്. വെൽഫെയർ പാർട്ടി രൂപീകരിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വെൽഫെയർ പാർട്ടി പിന്തുണ കൊടുത്തിട്ടുണ്ടോ? അതിനു മുമ്പ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു മതസംഘടനയുടെ പരിവേഷത്തിൽ മാത്രം നിന്നിരുന്ന പാർട്ടിയാണ്. അവർക്ക് ഒരു പൊളിറ്റിക്കൽ ഓർഗൻ വന്നതോടുകൂടി അവർ ഒരു സെമി റിലിജിയസ് ആൻഡ് ഫുള്ളി പൊളിറ്റിക്കൽ എന്നുള്ള ലെവലിലേക്ക് മാറി. ജമാഅത്തെ ഇസ്ലാമിയുടെ 2 ഘട്ടങ്ങളെ നമ്മൾ കാണേണ്ടത്. ജമാഅത്തെ ഇസ്ലാമി ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിന് രൂപം നൽകിയതിന് ശേഷം
അവർ UDF-നെ മാത്രമേ പിന്തുണച്ചിട്ടുള്ളൂ. പണ്ട് ജമാഅത്തെ ഇസ്ലാമി ആരെയെങ്കിലും പിന്തുണച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ അവരെല്ലാവർക്കും വിട്ടുകൊടുത്തിട്ടുണ്ട്. അങ്ങ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു, മന്ത്രിക്കുപ്പായം ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ ലീഗിൻ്റെ പല നേതാക്കളും നടക്കുന്നതെന്ന്. അപ്പോൾ ഭരണം കിട്ടിയെന്നുള്ളൊരു ഉറപ്പ് UDF വരുത്തിയതുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്. അവർക്കിടയിൽ തന്നെ വലിയ തർക്കമുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അതെന്താണ്, മുൻപ് പ്രവർത്തിച്ചിരുന്നൊരു സംഘടന എന്ന നിലയിൽ ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ അതൊരു പരിഹാസം മാത്രമാണോ? അല്ല, കഴിഞ്ഞ തവണയും അങ്ങനെ ചെയ്തിരുന്നു ലീഗ്. കഴിഞ്ഞ തവണ വകുപ്പൊക്കെ വിഭജിച്ചിരുന്നല്ലോ. PWD ഇന്ന ആൾക്ക്, മൂപ്പരെന്ത് ചെയ്ത് സ്റ്റാഫിനെ വരെ നിയമിച്ചു. ഈ PWD വകുപ്പ് കിട്ടും എന്ന് ഉറപ്പിച്ച ആൾ. അതൊന്നും പറയില്ല, അതൊക്കെ നിങ്ങൾ പിന്നെ അന്വേഷിക്കുക, എന്നിട്ട് കണ്ടെത്തുക. അപ്പോൾ ഇവിടെയും തന്നെ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ സ്റ്റാഫിലെ സെലക്ഷനൊക്കെ കഴിഞ്ഞിരുന്നു. പല ആളുകളോടും പറഞ്ഞിരുന്നു നിങ്ങളെ സ്റ്റാഫാക്കാം. ഇപ്പോൾ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോലും പിന്നെ സ്റ്റാഫാക്കാം, സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമെന്ന് പലരോടും പറഞ്ഞിട്ടുണ്ട് ഇവിടെ, എനിക്കറിയാം. അപ്പോൾ ലീഗ് നേതാക്കന്മാർ കഴിഞ്ഞ തവണ തുന്നിവെച്ച കുപ്പായം ഇത്തവണ ഒരു ചെറിയ മിനുക്ക് പണികളൊക്കെ നടത്തി ധരിക്കാൻ പറ്റും എന്നുള്ള ഉറപ്പിൽ നടക്കുകയാണ്. പക്ഷേ പടച്ചോൻ തൗഫീക്ക് ചെയ്തിട്ട് ആ കുപ്പായം ഇത്തവണയും അവർക്കിടാൻ പറ്റില്ല. എത്ര MLA-മാരുണ്ടാവും ലീഗിന് ഇത്തവണ ഇവിടുന്ന്? ലീഗിന് MLA-മാരൊക്കെ ഉണ്ടാവും, അതിലൊന്നും കുറവൊന്നും വരില്ല. പക്ഷെ പ്രതിപക്ഷത്താവുന്നു മാത്രം. എന്തായാലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം, അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലാണ് KT ജലീൽ നമ്മളോട് വിശദമായി സംസാരിച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സജി നിലമ്പൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ, റിപ്പോർട്ടർ മലപ്പുറം.